അടിച്ചു പൊളിക്കാതാ വീഡിയോ എടുക്കട്ടെ. പറഞ്ഞോ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ആദ്യം തൊട്ട് പറ, പുതിയ വീഡിയോ. ഹലോ നമസ്കാരം, ഞാൻ രാകേഷ് ബാബു ആണ്. നമ്മൾ കുറെ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ ഐറ്റം കൊണ്ട് വരാൻ പോവാണ്. സംഭവം പുതിയ ഐറ്റം അല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ കോംബി വാൻ. അപ്പോൾ കോംബി വാൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ആണെന്ന്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം മറ്റൊന്നല്ല, ഇതാണ് നമ്മുടെ കോംബി വാൻ്റെ മിനിയേച്ചർ. കണ്ട, ഞാൻ ഇന്ന് അതിൻ്റെ ഇത്രേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ ഇപ്പോൾ റണ്ണിങ്ങിൽ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, വയറിങ് കാര്യങ്ങളൊക്കെ വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു ലോഗോ, ഓക്സാൻഡൊരു ലോഗോ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ബീഡിങ് എല്ലാ ഡോറിനും വരാനുണ്ട്. എല്ലാ ഡോറും ഇല്ല കേട്ടോ, ഒരു ഡോറും ഉള്ളൂ. അപ്പോൾ എല്ലാ വിൻഡോയ്ക്കും വരാനുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ചെയ്യാനുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡോറ്. ബാക്കിൽ ഇവിടെ നിന്നാണ് ഡ്രൈവർ ഓടിക്കുന്നത്. ഡ്രൈവർ സീറ്റ് ഇതും, അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലൊരു കുഞ്ഞുമാവനെയൊക്കെ ഇരുത്തിക്കൊണ്ട് ഓടിച്ച് നടക്കാനുള്ള പാകത്തിലാണ് നമ്മളിപ്പോൾ ചെയ്യണം. ഇതിനെ ഓടിച്ച് കാണിക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഓടിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ലോഗോ സെറ്റ് ചെയ്യാം. ലോഗോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഇപ്പോൾ ഒട്ടിക്കാൻ പോകണം. ഒരു കത്തി വേണം. കത്തി എന്തേ? കത്തി മൊത്തം കത്തിയാണ്, നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഗോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി. സുഡു ഇവിടെ ഇരിപ്പുണ്ട്. സുഡു വേറെ എന്തോ അതികഠിനമായ വർക്കിലാണ് ഗൈസ്. സുഡു എന്തുണ്ടാക്കിയത്? രണ്ട് ബാക്കിൽ നമ്മൾ ഇത്തവണ അതിന് വെക്കുള്ളൂ. അത് വെക്കാനായിട്ടുള്ള സ്പ്രേ ആണ്. ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മധുരമോറും നടക്കുക. കുറെ നേരമായി പെർഫെക്ഷൻ വേണം എന്ന് കേലുകാരുണ്ടാവുമായിരിക്കും. ബാറ്ററിയൊക്കെ സെറ്റ് എലികറുണ്ടാവലുണ്ടല്ലോ അവിടെ. എടുത്തിട്ടൊരു ബെൽഡിംഗ് റോഡൊക്കെ ഇവിടെയൊക്കെ മഴ. അതില് ഇത് മറ്റേ സ്വിച്ചിൻ്റെ പവറാണ്. സ്വിച്ചൊക്കെ വെക്കുന്ന ഡാഷ്ബോർഡ്. ഇവിടെ നമ്മുടെ റിവേഴ്സിൻ്റെ സ്വിച്ച് വെക്കും. ഇവിടെ നമ്മൾ ഓണാക്കാനുള്ള കീയുടെയൊക്കെ സെറ്റപ്പിനാണിത്. അപ്പോൾ അതിൻ്റെ പൊക്കത്ത് നമ്മൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. സംഭവം സെറ്റായിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ ഒരു ഹോൾ ഇടണമല്ലോ. ഇവിടെയും തുളക്കണം, ഇവിടത്തും തുളക്കണം. ഹോള് തുളച്ചു. ഗൈസ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഗൈസ്, വണ്ടിയുടെ കണക്ഷൻ നമ്മൾ അതിഗംഭീരമായി കൊടുത്തിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തേ. കമോ. വയറ് മാറിപ്പോയാ? പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട്. അതെ. അപ്പോൾ നമ്മൾ എക്സ്പോയ്ക്ക് കൊണ്ടുപോയിട്ട് വണ്ടി തിരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ വണ്ടി റണ്ണിങ് അല്ലായിരുന്നു. ഇപ്പോൾ കൺട്രോളറും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് നേരത്തെ നമ്മൾ വയർ തമ്മിൽ മുട്ടിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പോയിൽ ചെന്നപ്പോഴത്തേക്ക് ഓടിച്ചത് കൺട്രോളർ അടിച്ച് പോയായിരുന്നു. ഇപ്പോൾ നമ്മൾ കൺട്രോളറൊക്കെ മേടിച്ചു. രണ്ടാമത് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം റണ്ണിങ് ആണ് സംഭവം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയാലോ?
ഓക്കെ ഓക്കെ അല്ല സംഭവം എന്ന് വെച്ചാൽ ഇതിന് അവിടെ ഒന്ന് എടുത്തോണ്ട് തരാം. ഇനി ഈ പറഞ്ഞ മറ്റേ നമ്മൾക്ക് വണ്ടി വെക്ക് വരുന്ന പോലെ തന്നെ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ആക്സിലേറ്ററും ഒരു ബ്രേക്കും മാത്രമേ ഉള്ളൂ. ബാക്കിൽ വീല് മാത്രമേ ബ്രേക്ക് ഉള്ളൂ. അതുപോലെ തന്നെ ആക്സിലേറ്റർ ഡ്രൈവ് ബാക്കിൽ വീല് മാത്രമേ ഉള്ളൂ. നമ്മൾ കാലിലൊന്നും വരുന്നില്ല, എല്ലാം കയ്യിൽ തന്നെ. ഹാൻഡിൽ സ്കൂട്ടർ ഓടിക്കുമ്പോൾ തന്നെ ഹാൻഡിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ പോകുന്നത്. ഫ്രണ്ടിൽ ഒരു കുഞ്ഞുവാവിനെ ഇരുത്താനും പറ്റും. തൽക്കാലം കുഞ്ഞുവാക്കുവരെ വേറെ തൽക്കാലത്ത് കുഞ്ഞുവാക്കുവരെ ഈ വലിയ ഭാവൻ കിട്ടിയാലോ, ആടിയുള്ള കുഞ്ഞുവാവ്. ഞാന് എന്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ എല്ലാവരും ഇതിലാണോ പോയിക്കൊണ്ടിരുന്നത്? അതും പുഴ നീന്തി. അപ്പൊ കുറച്ച് കമ്മി പറ. ഓടിച്ചു ഓക്കെ. ഇത് സൗണ്ട് ഉണ്ടല്ലോ എന്താ? പിന്നെ മറ്റേ ഇതിടാം, കടിക്കണ സൗണ്ടാണ്. ഇവിടെ ആണി കിടക്കണ്ടത് പഞ്ചറ അല്ല. അപ്പൊ ഇതിന്റെ റിവേഴ്സ് എങ്ങനെയാണ്? സ്വിച്ച് പിടിപ്പിച്ചിട്ടില്ല, അതൊക്കെ വെക്കണമല്ലേ? ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഫോർവേഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ കിറ്റിന്റെ ഇവിടെ ഫോർവേഡ് മാത്രമേ ഉള്ളൂ. ഇനി റിവേഴ്സിന് ഒരു സ്വിച്ച് ഇവിടെ അഡീഷണൽ കൊടുക്കണം. അപ്പം അതിൻ്റെ വയർ എടുത്ത് ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം, ഈ സൈഡിൽ. അപ്പം അത് സെറ്റ് ചെയ്യാം. സ്വിച്ച് എവിടെ വെച്ചിരുന്നു? എവിടെ? പറഞ്ഞോ. ആ സൗണ്ട് ഇപ്പൊ ഇടുന്നതാണ്. എടാ ഇത് ശബ്ദം കേൾക്കണം വെച്ചാൽ ചെയിൻ്റെയാണ്. ചെയിൻ നമുക്ക് ഗ്രീസ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. പിന്നെ അന്ന് പെട്ടെന്നുള്ള പരിപാടിയായിരുന്നല്ലോ, അപ്പോൾ ഇതൊക്കെ ബോൾട്ടൊക്കെ ലൂസായി കാണും. ഇപ്പോൾ ഒന്ന് രണ്ടാമത് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഈ ചാർജിങ്ങിനുള്ള സംഭവമാണ് കേട്ടോ ഇത്. ചാർജ് ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് എവിടെ പിടിപ്പിക്കും? ഇതിലാണ് ചാർജിങ് വരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് കരോ. അപ്പം ഇനി നമുക്ക് എല്ലാം ഉണ്ടല്ലോ, എല്ലാ സാധനമുണ്ട്. മൾട്ടിപ്പർപ്പസ് ഇല്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്വിച്ച് പിടിപ്പിക്കണം. റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച്. അല്ലടാ, നമ്മൾ ഓക്കെ കണക്ഷൻ കൊടുത്ത് ഇത് റിവേഴ്സ് ഫോർവേഡ് സാധനം സെറ്റായി. നടുക്കിട്ട ഓഫ്, ഇത് നടുക്കിട്ട ഓഫ്, ഇത് റിവേഴ്സ്, ഇത് ഫോർവേഡ്. ഇത്ര മതി. പിന്നെ ഇത് ഇഗ്നിഷൻ ഓഫ്. ഓക്കെ സെറ്റ്. എത്തിയാ? വേറെ എത്തിയാ? എത്തിയില്ല, ഞാൻ ചുമ്മാ അടച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ് ഇത്രയും ഭംഗിയായിട്ട് പിടിപ്പിച്ചിട്ട് ഒന്നുകൂടി പൊളിക്കാൻ പോയാണ്. വയറെത്തുന്നില്ല. അത് ചിലപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ വരും. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. സുഡുവിൻ്റെ ശരിയായില്ല. സുഡുവിനൊരു കുഴപ്പോ ഞങ്ങളെ ഫ്രണ്ട്സ് സെറ്റപ്പിൽ ഒരു വണ്ടി നിർമ്മിക്കുന്നുണ്ട്. മിണ്ടാരിയടാ. വിട്ടു
എല്ലാം അരച്ചിട്ടുണ്ട്. അതല്ല എനിക്ക് വയറ് മറികട